ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ റവൻ്റെ ലഡു എങ്ങനെ പഞ്ചസാര ഇല്ലാണ്ട് നമുക്ക് പാലില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റാമെന്ന് കാണാം. അത് നമുക്ക് ആവശ്യമുള്ളത് ഗീ ആണ്. 2 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബാലൻസ് ഉള്ള ഗീയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി 1 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 കപ്പ്, ഞാനിവിടെ 3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റവ. അപ്പോൾ 3 കപ്പ് റവ എടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക റവ. നമുക്ക് ആ പച്ച മണം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. ഇനി കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് നല്ലോണം ചേർത്തിട്ട് സിമ്മിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കർക്കണ്ടാണ്. അത് നല്ലോണം കുറച്ച് പൊടിച്ചിട്ട് മിക്സി ജാറിലിട്ട് നല്ലോണം ഒന്ന് ഡിർ ചെയ്തെടുത്ത് പൗഡറാക്കി വെക്കാം. ഇനി ഈ പൗഡർ ഞാൻ ഒരു 1.25 കപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.25 കപ്പ് അതിലേക്ക് നമ്മൾ തേങ്ങൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽപ്പൊടിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നല്ല കൈയൊക്കെ ഒന്ന് നനച്ചിട്ട് വേണം കേട്ടോ. നമുക്ക് ചൂടോടെ തന്നെ പിടിക്കുമ്പോൾ കൈയൊക്കെ നല്ല ഒരു ചൂടുണ്ടാവും. ആ സമയത്ത് നമ്മൾ നല്ലോണം നോക്കിയിട്ട് കൈ ഇങ്ങനെ നനച്ചിട്ട് വേണം നമുക്ക് ഉണ്ട പിടിക്കാൻ.
അങ്ങനെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങുന്ന അതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.